നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നാഥാ നിൻ കൃപ മാത്രം, നന്ദിയോടെ സ്തുതി സ്തോത്രം. നീ മാത്രമെൻ തണലെന്നും, നീ മതി എന്നേശുവേ. നീ മാത്രമെൻ തണലെന്നും, നീ മതി എന്നേശുവേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 3-ാമത് വാക്യം. ആ വചനം നാം ഇങ്ങനെ വായിക്കുന്നു: ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു, ശൂന്യത്തിൻ്റെയും നിർജ്ജനദേശത്തിൻ്റെയും ഇരുട്ടിൽ അവർ വരണ്ട നിലം കടിച്ചു കാരുന്നു എന്നുള്ള അനുഗ്രഹീത വചനമാണ്. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ദയനീയമായ, ഏറ്റവും കഷ്ടത നിറഞ്ഞ കാലഘട്ടമാണ് വിശപ്പടക്കുവാൻ വഴിയില്ലാതെ വരുന്ന കാലം എന്ന് പറയുന്നത്. യാക്കോബിൻ്റെ കാലഘട്ടത്തിൽ ആ അവസ്ഥ കടന്നു വന്നപ്പോഴാണ് യാക്കോബ് തൻ്റെ മക്കളെ മിസ്രൈമിലേക്ക് ധാന്യങ്ങൾ ശേഖരിപ്പാനായി പറഞ്ഞയച്ചത് എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നവോമിയുടെ കുടുംബം നാട് വിട്ടു പോകുവാനിടയായതിൻ്റെ പിന്നിൽ ബുദ്ധിമുട്ടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും പശ്ചാത്തലം അവിടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ജീവിതത്തിനകത്ത് ഇല്ലായ്മകൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത പശ്ചാത്തലങ്ങൾ ഏറ്റവും കൂടുതൽ മനുഷ്യനെ വേദനപ്പെടുത്തുന്ന ഘട്ടങ്ങളാണ് എന്ന് ഈ സാഹചര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ 1-ാം അധ്യായത്തിൻ്റെ 7-17 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മുന്തിരിവള്ളിയൊക്കെ ശൂന്യമായും അത്തിവൃക്ഷം ഒടിഞ്ഞു പോയിരിക്കുന്നതായിട്ടും ഒക്കെ കാണുകയാണ്. ഒന്നിലും ഫലമില്ലാത്ത അവസ്ഥകളാണ്. വിത്തുകളൊക്കെ കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോവുകയാണ്. ധാന്യം കരിഞ്ഞ് പോകുന്നതായ അവസ്ഥയാണ്. പാണ്ടികശാലകളൊക്കെ ശൂന്യമായിരിക്കുന്നു എന്നുള്ളതാണ്. 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ജീവിതത്തിലെ ബുദ്ധിമുട്ടും വിശപ്പും നഷ്ടവും നാശവും നിറഞ്ഞ സാഹചര്യത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് വന്ന് പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. 17-ാം വാക്യത്തിലും അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ആ 2-ാം അധ്യായത്തിൽ തന്നെ ജനത്തിൻ്റെ നിലവിളിയുടെ മുൻപിൽ അവരുടെ ബുദ്ധിമുട്ടകറ്റി അവർക്ക് വേണ്ടി ദൈവം മുൻമഴയും പിന്മഴയും അയച്ചു കൊടുത്ത് അവരുടെ വിത്തുകൾ കിളിർത്ത് ഫലം കൊടുത്ത് നന്മ ഉണ്ടാകുവാനിടയായി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടതയുടെയും ബുദ്ധിമുട്ടുകളുടെയും വിശപ്പിൻ്റെയും പ്രതികൂലത്തിൻ്റെയും ഒക്കെ കാലങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി ഹൃദയം നുറുങ്ങി കരയുകയും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി നോക്കാം, വിടുതലിനായി അപേക്ഷിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കാം.
ഞങ്ങളുടെ കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും സമയത്ത് യോവേൽ പ്രവാചകന്റെ കാലത്ത് നടന്നതുപോലെ ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ, ഞങ്ങൾക്ക് ദൈവത്തിങ്കിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണമേ. ഈ ദൈവവചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.